അമേരിക്കൻ റെസ്ലിംഗ് ഇതിഹാസം എന്ന് തന്നെ പറയാം WWE സൂപ്പർ താരമായ ഹൾക്ക് ഹോഗനെ കുറിച്ച്. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന് അന്തരിക്കുമ്പോഴുള്ള പ്രായം. വ്യാഴാഴ്ച രാവിലെ ഫ്ലോറിഡയിലെ ക്ലിയർ വാട്ടറിലുള്ള വീട്ടിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് ഫയർ ആൻഡ് റെസ്ക്യൂ പ്രവർത്തകരാണ് ആദ്യമായി മൃതദേഹം കണ്ടെത്തുന്നത്. ഇവരാണ് അദ്ദേഹത്തിന്റെ ബോഡി ആംബുലൻസിലേക്ക് കയറ്റുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുമുണ്ട്. രക്ഷാപ്രവർത്തകർ ഹൾക്ക് ഹോഗന്റെ ജീവൻ രക്ഷിക്കാനായി നെഞ്ചിൽ അമർത്തുന്നതും മറ്റും ഒക്കെ ഈ ഒരു ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആശുപത്രിയിൽ അദ്ദേഹത്തെ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. 80കളിലും നേരത്തെ പറഞ്ഞതുപോലെ 80കളിലും 90കളിലും WWE വേൾഡ് റെസ്ലിംഗ് എന്റർടൈൻമെന്റിനെ ലോകമെമ്പാടും പ്രശസ്തനാക്കിയത് ഹോഗനായിരുന്നു. കുട്ടികൾ പ്രത്യേകിച്ചും ഹോഗന്റെ വലിയ ആരാധകരായി മാറിയിരുന്ന ഒരു കൗമാരമുണ്ടായിരുന്നു. ഹോഗന്റെ ആ ഒരു രൂപവും റെസ്ലിംഗും ആ ഒരു സ്റ്റൈലും ആരാധക പിന്തുണയും ഒക്കെ WWE വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് ആ സമയത്ത് നൽകിയത്. പല ലോക ചാമ്പ്യൻഷിപ്പുകളും ഹോഗൻ നേടിയിട്ടുണ്ട്. റെസ്ലിമാനിയയിൽ പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിരുന്നു ഹൾക്ക് ഹോഗൻ. വേൾഡ് ചാമ്പ്യൻഷിപ്പ് റെസ്ലിംഗിന്റെ വളർച്ചയിൽ അദ്ദേഹം വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ ചുവപ്പ് മഞ്ഞയും നിറത്തിലുള്ള ബനിയൻ ടീഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് അതൊരു ട്രേഡ് മാർക്ക് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ഈ വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ വരവ്, ആ ഒരു എൻട്രൻസ്, അത് കാത്ത് ലോകമെങ്ങും അക്കാലത്ത് ആരാധകർ ഒരുപാട് ഉണ്ടായിരുന്നു. ഒരുപാട് പേർ കാത്തിരുന്നു. ഹോഗൻ വരുന്നതിന് മുമ്പ് WWE റെസ്ലിംഗ് അത്രയൊന്നും പ്രശസ്തമാവാതിരുന്ന ഒരു സമയത്ത് ഹോഗന്റെ ആ ഒരു വരവ് കുടുംബങ്ങളും കുട്ടികളും ആ ഒരു കളി ഇഷ്ടപ്പെട്ട് തുടങ്ങാൻ പ്രധാന പ്രേരകമായി.